ഹലോ ഫ്രണ്ട്സ്, ദ ലേണിംഗ് ട്രാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ മോക്ക് ടെസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കേട്ടിട്ട് അതുപോലെ PSCയുടെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ വിവിധ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചാനൽ എല്ലാവരും കാണുക, എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേവ് മോഷൻ, അതായത് നമ്മുടെ KTET കാറ്റഗറി 3 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ വേവ് മോഷന്റെ കുറച്ച് ന്യൂമറിക്കൽസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. So this is our first question. Velocity of sound in air is 340 meter per second. The sound waves of wavelength 0.01 meter from a vibrating body reach your ear through air. Will you able to hear the sound? Okay, അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് വേവ് ഒരു വൈബ്രേറ്റിംഗ് ബോഡിയിൽ നിന്ന് നമ്മുടെ ചെവിയിലേക്ക് എത്തുകയാണ് എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വിൽ യു ഏബിൾ ടു ഹിയർ ദ സൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ 340 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത്, ആ സൗണ്ട് വേവിന്റെ വേവ് ലെങ്ത് 0.01 മീറ്ററിനും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 0.01 മീറ്റർ എന്ന് പറയുന്ന വേവ് ലെങ്ത് ഉള്ള ഈ സൗണ്ട് വേവിനെ നമ്മൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഹ്യൂമൻ ഇയറിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വന്നാൽ മാത്രമേ നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് വേവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? വെലോസിറ്റി 340 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ഓഫ് സൗണ്ട് വേവ് 0.01 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എഴുതാം. ഫ്രീക്വൻസി F is equal to V by lambda. So just substitute, we will get the answer 34,000 hertz. അപ്പോൾ ആ ഒരു വാല്യൂയിൽ നമുക്ക് മനസ്സിലാക്കാം we can't hear the sound because എന്താണ്, നമ്മുടെ ചെവിയുടെ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിനേക്കാൾ കൂടുതലാണ് ഇതിന്റെ ഫ്രീക്വൻസി. അപ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല. സോ നമ്മൾക്ക് ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു, അതായത് 0.01 മീറ്റർ വേവ് ലെങ്ത് ഉള്ള ഈ ഒരു സൗണ്ട് വേവ് നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് വേവ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നും ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതുക. ഫ്രീക്വൻസി is equal to V by lambda. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ ആൻസറിൽ നിന്നാണ് നമ്മൾ ഉത്തരത്തിൽ നമ്മുടെ ആ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂവിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 34,000 ഹെർട്സ് ആണ്. ഇറ്റ് ഈസ് എബവ് ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഹ്യൂമൻ ഇയർ ആണ്. സോ ദിസ് ഈസ് ദ ആൻസർ. സോ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So the second question is, if a sound wave travels 1700 meters through a medium in 5 seconds, identify the medium. സോ നമുക്ക് ആ മീഡിയം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഒരു സൗണ്ട് വേവ് 5 സെക്കൻഡ് കൊണ്ട് 1700 മീറ്റർ ട്രാവൽ ചെയ്തു. ഏതോ ഒരു മീഡിയത്തിൽ അത് ട്രാവൽ ചെയ്തു. ഏത് മീഡിയം ആണെന്ന് നമുക്കത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ്, ആ വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 1700 മീറ്റർ തന്നിട്ടുണ്ട്. 5 സെക്കൻഡ് കൊണ്ടാണ് ഇത് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ വെലോസിറ്റി ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതായത് മീഡിയം ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിലൂടെ ആ വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പൊ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ വെലോസിറ്റിയിൽ ആ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഏത് മീഡിയത്തിലൂടെയുള്ള സൗണ്ടിന്റെ വെലോസിറ്റി ആണ്? എയർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെയുള്ള സൗണ്ട് വേവിന്റെ വെലോസിറ്റി ആണ് 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? എന്താണ് ആ മീഡിയം? എയർ ആണ് അല്ലെ. എയറിലൂടെയാണ് ആ വേവ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ,
So our third question is displacement of a progressive wave is represented by y is equal to a sine of 15 pi t minus 10 pi x plus pi by 6, where x expressed in meter and time t in seconds. The wave velocity is. So we have to find the wave velocity. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇക്വേഷൻ ആണ്, അതായത് വേവ് ഇക്വേഷൻ ആണ്. ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ, അതൊരു വേവ് ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് വേവ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അതാണ് അവിടെ തന്നിരിക്കുന്നത്. y is equal to a sin of kx minus omega t plus 5. ഇതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു വേവ് ഇക്വേഷൻ ആണ്, ഒരു സ്റ്റാൻഡേർഡ് വേവ് ഇക്വേഷൻ ആണിത്. y is equal to a sin of kx minus omega t plus 5. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വേവ് വെലോസിറ്റി. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ വേവിൽ നിന്നും നമുക്ക് വേവ് വെലോസിറ്റി കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ടി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. അതായത് ടിയുടെ കോഎഫിഷ്യന്റ് ഏതാണോ അത് ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നിന്ന് ടിയുടെ കോഎഫിഷ്യന്റ് ഏതാണ്? ഒമേഗയാണ് അല്ലെ, അത് ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? കെ ആണ്. അപ്പൊ ഒമേഗ ബൈ കെ ആണ് ഇവിടുത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന വേവ് ഇക്വേഷൻ നോക്കാം. അതിൽ ഏതാണ് ടിയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 15 പൈ ആണ് ടിയുടെ കോഎഫിഷ്യന്റ്, ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഏതാണ്? 10 പൈ ആണ്. അപ്പൊ ഡിവൈഡ് ചെയ്യുക അല്ലെ, 15 പൈ ബൈ 10 പൈ, പൈയും പൈയും ക്യാൻസൽ ചെയ്യുക, 15 ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. So the velocity of the wave from the wave equation is 1.5 meter per second. അപ്പോൾ ഒരു വേവ് ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്നും വേവ് വെലോസിറ്റി കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യണേ? അതിന്റെ മെയിൻ ഒരു ഇക്വേഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ടി, അതായത് ടൈമിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നു. അപ്പൊ ഒന്നുകൂടെ പറയാം, ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഒരു വേവ് ഇക്വേഷൻ നമുക്ക് തന്നിട്ട് അതിൽ നിന്ന് നമ്മളുടെ വേവ് വെലോസിറ്റി കാണാൻ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഇക്വേഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ടി ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ടിനെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പൊ നമുക്ക് വേവ് വെലോസിറ്റി കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So our fourth question is calculate the wavelength in a vacuum of a radio wave having frequency of 2.2 into 10 raised to 6 hertz. Okay, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റേഡിയോ വേവിന്റെ വേവ് ലെങ്ത് നമ്മൾ കാണണം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ആ റേഡിയോ വേവിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 2.2 into 10 raised to 6 hertz ആണ്. അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. പിന്നെ ഒരു കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാക്വത്തിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് വെലോസിറ്റി ഓഫ് വേവ് ഇൻ വാക്വം. വാക്വത്തിലുള്ള വേവിന്റെ വെലോസിറ്റി എത്രയാണ്? 3 into 10 raised to 8 meter per second. നമ്മൾ അത് ഡിനോട്ട് ചെയ്യുന്നത് c വെച്ചിട്ടാണ് അല്ലെ. c is equal to 3 into 10 raised to 8 meter per second. And frequency നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 2.2 into 10 raised to 6 hertz. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് വേവ് ഇൻ വാക്വം, അതായത് c-നെയും വേവ് ലെങ്ത് അതായത് ഫ്രീക്വൻസി, ഇതിപ്പോ ഈ മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വേണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ അല്ലെ. അപ്പൊ c is equal to f lambda എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ അത് ഇവിടെ യൂസ് ചെയ്യാം. c is equal to f lambda. അതിൽ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാംഡ കണ്ടുപിടിക്കുക. ലാംഡ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ആ ഇക്വേഷനിൽ നിന്ന് ലാംഡ എന്ന് പറയുന്നത് c by f ആണ്, വെലോസിറ്റി ഓഫ് വേവ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ ദ ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വേവ് ലെങ്ത് കിട്ടും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണോ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെപ്പ് എഴുതുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് എടുത്ത് എഴുതുക. അപ്പൊ നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് വരും.
അപ്പം ഞാൻ ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വേവ് ലെങ്ത് ആണ്. നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് വേവിൻ്റെ. പിന്നെ നമുക്കൊരു കണ്ടീഷൻ തന്നത് വാക്വത്തിലാണെന്നാണ്. അപ്പം നമുക്കറിയാം വാക്വത്തിൽ വെലോസിറ്റി ഓഫ് വേവ് എന്ന് പറയുന്നത് 3 × 10⁸ m/s ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ ഫ്രീക്വൻസി സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് വേവ് ഇൻ വാക്വം, അതുപോലെ ഫ്രീക്വൻസി, അതുപോലെ ലാംഡ, ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് C = F ലാംഡ. അതിൽ നിന്ന് ലാംഡ എന്ന് പറയുന്നത് C/F ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കിട്ടും. സോ this is the fourth question and we are going to the next question. So next question, that is our fifth question, is two tuning fork of frequency 254 and 256 are sounded together. Then the time interval between two consecutive maxima heard by an observer. അപ്പോൾ നമുക്കറിയാം രണ്ട് ട്യൂണിംഗ് ഫോക്സ് അല്ലേ, നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം എന്താണ് ട്യൂണിംഗ് ഫോക്സ് എന്ന്. അപ്പോൾ ഈ രണ്ട് ട്യൂണിംഗ് ഫോക്സ്, ആ രണ്ടിൻ്റെയും ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 254, ഒരെണ്ണത്തിൻ്റെ 254ഉം ഒരെണ്ണം 256ഉം ആണ് അവരുടെ ഫ്രീക്വൻസി. അവർ പുറത്ത് വിടുന്ന സൗണ്ടിൻ്റെ ആ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് മാക്സിമ. നമുക്കറിയാം ഒരു വേവ് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതിൻ്റെ രണ്ട് മാക്സിമാസിനിടയിലുള്ള ടൈം ഇൻ്റർവെൽസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം F1 എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ആദ്യത്തെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ് F1. അത് നമ്മൾ 254 ഹെർട്സ് എന്ന് എഴുതുക. രണ്ടാമത്തെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ് 256 ഹെർട്സ് എന്ന് എഴുതുക. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ബീറ്റ് ഫ്രീക്വൻസി FB എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് F1 - F2 ആണ്. അതായത് മോഡുലസ് ഓഫ് F1 - F2. അതുപോലെ ബീറ്റ് പീരീഡ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. T = 1/മോഡുലസ് ഓഫ് F1 - F2. അപ്പോൾ നമ്മൾക്ക് ബീറ്റ് പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് മാക്സിമാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കോൺസിക്യൂട്ടീവ് മാക്സിമയുടെ ഇടയിലുള്ള ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? T, ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T = 1/മോഡുലസ് F1 - F2. അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് മാക്സിമാസിനിടയിലുള്ള ആ ടൈം ഇൻ്റർവെല് നമ്മൾ പറയുന്നത് ബീറ്റ് പീരീഡ് എന്നാണ്. അപ്പോൾ ആ ബീറ്റ് പീരീഡ് ആണ് 1/മോഡുലസ് ഓഫ് F1 - F2. അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/മോഡുലസ് ഓഫ് 254 - 256 = 1/2 കിട്ടും. അതായത് 0.5 സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് രണ്ട് കോൺസിക്യൂട്ടീവ് മാക്സിമാസിന് ഇടയിലുള്ള ബീറ്റ് പീരീഡ് അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 സെക്കൻഡ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. So next question, that is our sixth question, is a whistle giving out 450 Hz approaches a stationary observer at a speed of 33 m/s. The frequency heard by the observer in Hertz is. അതായത് ഒരു വിസിൽ ഒരു സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന അതിൻ്റെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയാണ് 450 ഹെർട്സ് നമുക്ക് തന്നിരിക്കുന്നത്. അത് അതിൻ്റെ സ്പീഡ്, ആ സോഴ്സിൻ്റെ സ്പീഡാണ് 33 m/s എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഒബ്സർവർ എന്ന് പറയുന്ന ആള് റെസ്റ്റിലിരിക്കുകയാണ്. സോഴ്സ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദ ഒബ്സർവർ ആണ്. ഒബ്സർവറിലേക്കാണ് സോഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒബ്സർവർ അറ്റ് റെസ്റ്റിലാണ്. അപ്പോൾ ആ ഒരു കേസിലുള്ള ഇക്വേഷൻ, അതായത് ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ν' ന്യൂ ഇൻറ്റു V/V - Vs ആണ്. ν' എന്ന് പറയുന്നത് എന്താണ്? ദ ഫ്രീക്വൻസി ഹേർഡ് ബൈ ദ ഒബ്സർവർ ആണ്. ഒബ്സർവർ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസിയാണ് ν' എന്ന് പറയുന്നത്. ന്യൂ എന്ന് പറയുന്നത് ആ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസിയാണ്. ഇൻറ്റു V/V - Vs. അതിൽ V എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. ആൻഡ് Vs എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് സോഴ്സ് ആണ്. വെലോസിറ്റി ഓഫ് സോഴ്സ് ഇവിടെ പറയാൻ കാരണം സോഴ്സ് മൂവിങ് ആണ് അല്ലേ? സോഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒബ്സർവർ ഇസ് അറ്റ് റെസ്റ്റിലാണ്. അപ്പോൾ Vs വെലോസിറ്റി ഓഫ് സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ν' = 450 × 330/330 - 33 and equal to 450 × 330/297
that's equal to 450 into 1.11 കിട്ടും. അത് അതിൻ്റെ ആൻസർ എത്രയാണ് 499.50 ആണ്. ദാറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 500 ഹെർട്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 500 ഹെർട്സ് ആണെങ്കിൽ നമുക്ക് അത് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 499.50 ആണെങ്കിൽ നമുക്ക് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഴ്സ് മൂവ്സ് ടുവാർഡ്സ് ദ ഒബ്സർവർ അറ്റ് റെസ്റ്റ്, ആ ഒരു കേസിലുള്ള ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇവിടെ സോഴ്സ് മൂവിങ് ആണ്, ഒബ്സർവർ അറ്റ് റെസ്റ്റിലാണ്. ആ ഒരു കേസിൽ ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി ബൈ വി മൈനസ് വി എസ് എന്ന് പറയുന്ന ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ലിസണർ ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് സോഴ്സ് ഇസ് മൂവിങ്. അപ്പോൾ സോഴ്സ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, സോഴ്സ് മൂവിങ് എവേ ഫ്രം ദ ലിസണർ ആവാം, സോഴ്സ് ഇസ് മൂവിങ് ടുവേർഡ്സ് ദ ലിസണർ ആവാം. അപ്പോൾ സോഴ്സ് ഇസ് മൂവിങ് ടുവേർഡ്സ് ദ ലിസണർ ആണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത ഇക്വേഷൻ. ഓക്കെ, ഇനി സോഴ്സ് ഇസ് മൂവിങ് എവേ ഫ്രം ദ ലിസണർ ആണെങ്കിൽ ദ ഇക്വേഷൻ വിൽ ബി ന്യൂ ഡാഷ് is equal to nu into v by v plus vs എന്നാകും. ഓക്കെ, അതായത് ദ ഒബ്സർവർ, ആ ലിസണർ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി ന്യൂ ഡാഷ് എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു വി ബൈ വി പ്ലസ് വി എസ് എന്നാകും. സോഴ്സ് മൂവിങ് എവേ ഫ്രം ദ ലിസണർ ആണെങ്കിൽ, സോഴ്സ് ലിസണറിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂ ഇൻറ്റു വി ബൈ വി പ്ലസ് വി എസ് എന്നാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീഷൻ സോഴ്സ് റെസ്റ്റിലാണ്. ഓക്കെ, സോഴ്സ് റെസ്റ്റിലാണ്. ഇവിടെ മൂവ് ചെയ്യുന്നത് ആരാണ്, ലിസണർ ആണ്. അപ്പോൾ ലിസണർ മൂവിങ് എവേ ഫ്രം ദ സോഴ്സ് ആവാം, ലിസണർ മൂവിങ് ടുവേർഡ്സ് ദ സോഴ്സ് ആവാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ലിസണർ മൂവിങ് എവേ ഫ്രം ദ സോഴ്സ് ആണെങ്കിൽ ഫ്രീക്വൻസി ന്യൂ ഡാഷ് എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി ആയിരിക്കും. ഓക്കെ, എന്താണ്, ലിസണർ മൂവിങ് എവേ ഫ്രം ദ സോഴ്സ് ആണെങ്കിൽ ദ ഇക്വേഷൻ വിൽ ബി ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി. അപ്പോൾ വി എൽ എന്ന് പറയുന്നത് എന്താണ്, ലിസണറിന്റെ വെലോസിറ്റി ആണ്, ബിക്കോസ് ലിസണർ ഈസ് മൂവിങ്, സോ ദ വെലോസിറ്റി ഓഫ് ദ ലിസണർ ഈസ് വി എൽ. ഓക്കെ, അതുപോലെ ഇനി ലിസണർ മൂവിങ് ടുവേർഡ്സ് ദ സോഴ്സ് ആണെങ്കിലോ ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്, ന്യൂ ഇൻറ്റു വി പ്ലസ് വി എൽ ബൈ വി ആണ്. ഇവിടെ വി എൽ എന്താണ്, വെലോസിറ്റി ഓഫ് ദ ലിസണർ ആണ്. ന്യൂ ഡാഷ് എന്ന് പറയുന്ന ലിസണർ കേൾക്കുന്ന ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി ആണ് ന്യൂ ഡാഷ്. ന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സിന്റെ ഫ്രീക്വൻസി ആണ്. പിന്നെ വി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ആണ്. വി എൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ലിസണർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക, ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കുക, സോഴ്സ് റെസ്റ്റിലാണോ ലിസണർ റെസ്റ്റിലാണോ അങ്ങനെ കണ്ടീഷൻസ് നോക്കുക, അതനുസരിച്ച് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So our seventh question is, for a person with a normal hearing, the limit of audibility is 20 Hz to 20,000 Hz. If so, what will be the limit of wavelength of sound wave that are audible to human being? Assume that the speed of sound is 340 meter per second. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു നോർമൽ ഹിയറിംഗ്, അതായത് ഒരു നോർമൽ പേഴ്സന്റെ ഫ്രീക്വൻസി റേഞ്ച്, നമുക്ക് ശബ്ദം കേൾക്കാനായിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്, 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് കേൾക്കുന്ന സൗണ്ട് വേവിന്റെ വേവ് ലെങ്ത് റേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് നമ്മളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച് 20 ഹേർട്സ് 20,000 ഹേർട്സിനെ നമ്മൾ 20 ഹേർട്സിന് F1 എന്നും 20,000 ഹേർട്സിന് F2 എന്നും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടഡ് ആയിട്ടുള്ള λ1 λ2 നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, സ്പീഡ് ഓഫ് സൗണ്ട്, വെലോസിറ്റി, അതായത് വെലോസിറ്റി ഓഫ് സൗണ്ട് 340 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്, v is equal to f lambda ആണ്. അപ്പോൾ നമ്മൾ ആ വെലോസിറ്റി is equal to f1 into λ1 എന്ന് എഴുതുന്നു. കാരണം ഫസ്റ്റ് ഫ്രീക്വൻസി ഇൻറ്റു ഫസ്റ്റ് വേവ് ലെങ്ത് നമുക്കത് കണ്ടുപിടിക്കണം. അപ്പോൾ വേവ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ λ1 is equal to വെലോസിറ്റി ബൈ ഫ്രീക്വൻസി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 340 by 20 ഹെർട്സ് ചെയ്യുമ്പോൾ നമുക്ക് 17 മീറ്റർ എന്ന് കിട്ടും.
ഓക്കെ, ഇനി സെക്കൻഡ് വേവ് ലെങ്ത് കാണാൻ v is equal to f2 ലാംഡ, അത് ലാംഡ 2, അതിൽ നിന്ന് ലാംഡ 2 is equal to v by f2, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 340 by 20,000 ഹെർട്സ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 0.017 മീറ്റർ ആണ്. അപ്പോൾ ആ റേഞ്ച് നമുക്ക് കിട്ടിയല്ലേ, വേവ് ലെങ്ത്തിന്റെ റേഞ്ച് എത്രയാണ്, 0.017 മീറ്റർ ടു 17 മീറ്റർ, അല്ലെങ്കിൽ നമുക്ക് അതിനെ 17 മില്ലിമീറ്റർ ടു 70 മീറ്റർ എന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് വേവ് ലെങ്ത് റേഞ്ച്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, അതായത് നമ്മളുടെ ഒരു നോർമൽ ഹിയറിംഗിന്റെ ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. അപ്പൊ അതേപോലെ വേവ് ലെങ്ത് റേഞ്ച്, ആ ലിമിറ്റ് ഓഫ് വേവ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫ്രീക്വൻസി റേഞ്ചിനെ നമ്മൾ f1 f2 എന്ന് പറഞ്ഞ് എടുക്കുന്നു. f1 എന്ന് പറഞ്ഞാൽ 20 ഹെർട്സും f2 എന്ന് പറഞ്ഞാൽ 20,000 ഹെർട്സും. അപ്പോൾ ഫസ്റ്റ് വേവ് ലെങ്ത് കാണാൻ നമ്മൾ v is equal to f1 ലാംഡ 1 എന്ന് എഴുതുന്നു. അതിൽ നിന്ന് ലാംഡ 1ന്റെ ഇക്വേഷൻ എന്താണ്, v by f1 ആണ്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് 17 മീറ്റർ എന്ന് കിട്ടും. സെക്കൻഡ് വേവ് ലെങ്ത് കാണാൻ v by f2 ചെയ്യാം, 0.017 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതാണ് റേഞ്ച്, അതായത് 0.017 മീറ്റർ തൊട്ട് 17 മീറ്റർ വരെയാണ് നമ്മുടെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 17 മില്ലിമീറ്റർ ടു 17 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. So our 8th question, wavelength of a wave that travels with a speed 339 meter per second is 1.5 kilometer. What will be its frequency? So നമുക്ക് വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 1.5 കിലോമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1.5 കിലോമീറ്റർ ആണ് നമുക്ക് വേവ് ലെങ്ത് തന്നിരിക്കുന്നത്. വെലോസിറ്റി 339 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്, ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം, അതായത് നമുക്ക് ഓൾറെഡി വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാലോ, v is equal to f ലാംഡ എന്നാണ്. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഏതാ, വെലോസിറ്റി ബൈ ലാംഡ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 339 by 1.5. അപ്പോൾ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 339 മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേവ് ലെങ്ത് തന്നിരിക്കുന്നത് കിലോമീറ്ററിലാണ്. അപ്പോൾ കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, 1.5 into 1000 ചെയ്യുക. അപ്പോൾ 1500 എന്ന് കിട്ടും. അപ്പോൾ 339 1500 ചെയ്യുമ്പോൾ 0.226 ഹെർട്സ് എന്ന് നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So our 9th question is, a transverse wave traveling through a medium with a frequency 20 Hz. Find out the time taken by the particles of a wave to complete one oscillation. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. അതിൻ്റെ ഫ്രീക്വൻസി 20 ഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഓഫ് എ വേവ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം, അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി എന്താണ്, 20 ഹെർട്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്, അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ് അല്ലേ. അതായത് ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടൈം പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് എഴുതാം. അപ്പോൾ ടൈം പീരീഡിന്റെ ഇക്വേഷൻ കിട്ടിയില്ലേ, t is equal to 1/nu, അതായത് 1/20. 20 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ ഫ്രീക്വൻസി, 1/20. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.05 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്ന, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നു. അതിന്റെ ഫ്രീക്വൻസി 20 ഹെർട്സ് ആണ്. അതിലെ പാർട്ടിക്കിള് ഒരു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ട് ടൈം കാണുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്, ഫ്രീക്വൻസിയും ടൈം പീരീഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/t ആണെങ്കിൽ t ഇസ് ഈക്വൽ ടു 1/nu ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20 ഇസ് ഈക്വൽ ടു 0.05 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
So our last question is, a wave traveling through a medium with velocity 330 meter per second and wavelength is 0.02 meter. Find out the frequency of the wave. Okay. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന എന്താണ്? വെലോസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് പോലെ ഒരു പ്രോബ്ലം ചെയ്തതാണ് അല്ലേ? അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ന്യൂ ലാംഡ, അതായത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ മാറ്റി എഴുതാം, വി ബൈ ലാംഡ ആക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ നമുക്ക് 16,500 ഹേർട്സ് എന്ന് കിട്ടും. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. വിവിധ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ക്ലാസ് നമ്മൾ വേഗം തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.